Hi all, welcome to this session. കഴിഞ്ഞ സെഷനിൽ we learned finite differences and four-way difference table. അപ്പോൾ എന്താണ് finite difference എന്ന് പഠിച്ചു, അതുപോലെ four-way difference എന്തെന്ന് പഠിച്ചു, four-way difference operator എന്തെന്ന് പഠിച്ചു, എങ്ങനെ ഒരു four-way difference table കൺസ്ട്രക്ട് ചെയ്യാം, ഹയർ ഓർഡർ four-way difference എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചു. Today's session we are going to learn backward differences and central differences, and we will learn how to construct this backward difference table and central difference table. നമുക്ക് സെഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ we learned forward difference. Suppose you have two functional values y1 and y0. രണ്ട് functional values ഉണ്ട് y1 and y0. ഇതിൻ്റെ ഡിഫറൻസ് ആയ y1 മൈനസ് y0, ഇതിൻ്റെ ഡിഫറൻസ് ആയ y1 മൈനസ് y0യെ ഫോർവേ ഡിഫറൻസിൽ നമ്മൾ ഫോർവേ ഡിഫറൻസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ഡെൽറ്റ ഫോർ ഫോർവേ ഡിഫറൻസ് ഓപ്പറേറ്റർ. ദെൻ വി റോട്ട് y0. സോ ഡെൽറ്റ y0 മീൻസ് y1 മൈനസ് y0. അപ്പോൾ y1 മൈനസ് y0 എന്ന് പറയുന്ന ഫങ്ഷണൽ വാല്യൂസിന്റെ ഡിഫറൻസിനെ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് എഴുതിയത് ഡെൽറ്റ y0 എന്നായിരുന്നു. ഇതേ ഡിഫറൻസിനെ, ദ സെയിം ഡിഫറൻസ് വിച്ച് ഇസ് y1 മൈനസ് y0, ഈ സെയിം ഡിഫറൻസിനെ ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ യൂസിങ് അനദർ നൊട്ടേഷൻ വിച്ച് ഈസ് ദി ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ കൊണ്ട് എഴുതുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ. സോ ദിസ് ഇസ് എ ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ഡെൽ. ഇതാണ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. Then you have to write what? y1. നേരത്തെ നിങ്ങൾ ഡെൽറ്റ y0 എന്നായിരുന്നു എഴുതിയത്. ഇവിടെ you have to write del y1. So del y1 എന്ന് പറയുന്ന backward difference value എത്രയെന്ന് ചോദിച്ചാൽ, the logic is you have to subtract the previous value from the functional value. So the functional value ഏതാണ്? y1 ആണ്. y1 മൈനസ് പ്രീവിയസ് വാല്യൂ ഏതാണ്? y0 ആണ്. സോ ഇൻ ദിസ് വേ യു ക്യാൻ ഡിനോട്ട് എ ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ. ഫോർ എക്സാമ്പിൾ, ക്യാൻ യു സേ വാട്ട് ഇസ് del y2? സോ del y2 വിച്ച് ഈസ് ഈക്വൽ ടു ഫങ്ഷണൽ വാല്യൂ എന്താണ്? y2 ആണ് മൈനസ് പ്രീവിയസ് വാല്യൂ, ഇറ്റ് ഈസ് y1. സോ del y2 മീൻസ് y2 മൈനസ് y1. പക്ഷേ ഇതേ y2 മൈനസ് y1നെ നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ഉപയോഗിച്ച് എങ്ങനെയായിരുന്നു എഴുതിയത്? y2 മൈനസ് y1നെ ഫോർവേഡ് ഡിഫറൻസ് ഉപയോഗിച്ച് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ആയ ഡെൽറ്റ, എന്നിട്ട് നമ്മൾ എന്താ എഴുതിയത്? y1 എന്ന് പറഞ്ഞായിരുന്നു എഴുതിയത്. അവിടെ നമ്മൾ എന്താണ്, നെക്സ്റ്റ് വാല്യൂ മൈനസ് ഫങ്ഷണൽ വാല്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എടുത്തത്. പക്ഷേ രണ്ട് ഫങ്ഷണൽ വാല്യൂസും സെയിം ആണ്. നിങ്ങൾ ബാക്ക്വേർഡ് ഡിഫറൻസിൽ എഴുതിയാലും ഫോർവേഡ് ഡിഫറൻസിൽ എഴുതിയാലും ദ ഫങ്ഷണൽ വാല്യൂ ഡിഫറൻസ് വാല്യൂ ഈസ് സെയിം. Value of the difference is same. It is y2 minus y1. Only the notation changes. അതിന്റെ നൊട്ടേഷൻ മാത്രമേ മാറുന്നുള്ളൂ. ഒന്ന് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചു, ഒന്ന് ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചു. ഓക്കെ, അപ്പം if I am asking what is del yn, nth value അല്ലേ? It is equal to functional value minus the previous value എന്താണ്? yn minus 1. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളുടെ del y0 എത്രയും ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. del y0 ഇസ് നോട്ട് പോസിബിൾ. ഏതുപോലെ? ഡെൽറ്റ yn പോസിബിൾ അല്ലാത്തതുപോലെ. നമ്മൾ ഫോർവേഡ് ഡിഫറൻസിൽ നമ്മൾ പറഞ്ഞു ഡെൽറ്റ yn ഇസ് നോട്ട് പോസിബിൾ. അതുപോലെ തന്നെ del y0 ഇസ് ഓൾസോ നോട്ട് പോസിബിൾ. കാരണം അതിന് മുന്നേ എന്തില്ല? വാല്യൂ ഇല്ല. ദ ഫസ്റ്റ് y വാല്യൂ എന്ന് പറഞ്ഞാൽ ആരാണ്? y0 ആണ്. അതിന് മുന്നേ പ്രീവിയസ് വാല്യൂ എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്കില്ല. അതുകൊണ്ട് നോട്ട് പോസിബിൾ ടു റൈറ്റ് del y0. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫോർവേഡ് ഡിഫറൻസിൽ ഹയർ ഓർഡർ ഡിഫറൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇൻ ദ സെയിം വേ യു ക്യാൻ കൺസ്ട്രക്ട് ഹയർ ഓർഡർ ബാക്ക്വേർഡ് ഡിഫറൻസ് ആൾസോ. അതായത് വി നോ del y1, റൈറ്റ്? del y1 നമുക്കറിയാം. del y1 ഈക്വൽ ടു യു നോ വാട്ട്? y1 മൈനസ് y0.
യു കാൺ കൺസ്ട്രക്ട് ഡെൽ സ്ക്വയർ y1. ഡെൽ സ്ക്വയർ y1 നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നോക്കുമ്പോൾ അറിയാം, ഡെൽ സ്ക്വയർ y1 നിങ്ങൾ എഴുതിയാൽ എങ്ങനെയാണ് എഴുതേണ്ടത്? നേരത്തെ പോലെ എഴുതിയാൽ ഇറ്റ് ഈസ് ഡെൽ y1 മൈനസ് ഡെൽ y0. You have the value for del y1. Del y1 നിങ്ങൾക്ക് എഴുതാം. It is y1 minus y0. Minus del y0 is not possible. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെ എഴുതാൻ പറ്റത്തില്ല? സെക്കൻഡ് ഓർഡർ ബാക്ക്വേർഡ് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് y1 നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ല. But you can write del square y2. So this is an important property of backward difference. Backward difference ന്റെ ഹയർ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഫങ്ഷണൽ വാല്യൂ എന്ന് ചോദിച്ചാൽ ആ ഓർഡറിൽ വരുന്ന ഫങ്ഷണൽ വാല്യൂയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഡെൽ സ്ക്വയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നിന്നായിരിക്കും? y2ലായിരിക്കും. നോട്ട് പോസിബിൾ ടു റൈറ്റ് ഡെൽ സ്ക്വയർ y1. ഡെൽ ക്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരിലായിരിക്കും? y3യിലായിരിക്കും. അതാണ് പറഞ്ഞത്, ഹയർ ഓർഡർ ഡിഫറൻസിന്റെ ഓർഡർ എന്താണോ ഫങ്ഷണൽ വാല്യൂവും ആ ഓർഡറിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഡെൽ സ്ക്വയർ ഓർ ഡെൽ റൈസ് ടു n അത് ആരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ? അല്ല, അത് ആരിലായിരിക്കും എഴുതാൻ പറ്റുന്നത്? yn-ൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. സോ ഡെൽ റൈസ് ടു 5 y5 എന്ന് പറയുന്നത് അല്ല, ഡെൽ റൈസ് ടു 5 എന്ന് പറയുന്ന ഫിഫ്ത് ഓർഡർ ഡിഫറൻസ് ആരിലായിരിക്കും എഴുതാൻ പറ്റുന്നത്? y5-ൽ നിന്ന് മാത്രമേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ദെൻ യു ക്യാൻ കൺസ്ട്രക്ട് ഡെൽ റൈസ് ടു 5 y6 എക്സെട്ര y7 എക്സെട്ര. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് വാല്യൂ എന്തായിരിക്കും? y5-ൽ നിന്ന് മാത്രമേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. അപ്പം ഡെൽ സ്ക്വയർ y2 നിങ്ങൾക്ക് എങ്ങനെ എഴുതാം അറിയാലോ. ഹയർ ഓർഡർ ഡിഫറൻസ് ഇപ്പോൾ എങ്ങനെ എഴുതാം നമ്മൾ പഠിച്ചു ഫോർവേഡ് ഡിഫറൻസിലെ സെയിം ടെക്നിക്. എന്താണ്? ഡെൽ സ്ക്വയർ y2 എഴുതാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡെൽ y2 മൈനസ് del y1. So what is del y2? y2 minus y1 minus y1 minus y0. So you will get the answer y2 minus 2y1 plus y0. So in this way you can construct del square y2. അപ്പം ഞാൻ കുറച്ച് ഹോംവർക്ക് തരികയാണ്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഡെൽ ക്യൂബ് y3. ഹയർ ഓർഡർ ഡിഫറൻസ് ആയ ഡെൽ ക്യൂബ് y3 കണ്ടുപിടിക്കുക. ഓക്കെ, ഡെൽ സ്ക്വയർ y6 കണ്ടുപിടിക്കുക. ദെൻ ഡെൽ റൈസ് ടു 4 y5 കണ്ടുപിടിക്കുക. സോ ഈ മൂന്നെണ്ണവും നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്കായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബാക്ക്വേർഡ് ഡിഫറൻസ് എഴുതാം എന്ന് പഠിച്ചു. ഹയർ ഓർഡർ ബാക്ക്വേർഡ് ഡിഫറൻസ് എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു. സിമിലർലി നൗ വി ക്യാൻ കൺസ്ട്രക്ട് ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ. നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തതുപോലെ തന്നെ ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിളും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. വളരെ എളുപ്പമാണ്. നമുക്ക് ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. സോ വി ഹാവ് സം ടേബിൾ ഓഫ് വാല്യൂസ് xy, x0, y0, x1, y1, x2, y2 and x3, y3. സോ ഫസ്റ്റ് ബാക്ക്വേർഡ് ഡിഫറൻസ്, ഫസ്റ്റ് ഓർഡർ ബാക്ക്വേർഡ് ഡിഫറൻസ് ഡെൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ഡെൽ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് y1 മൈനസ് y0. അപ്പോൾ y1-ൻ്റെയും y0-ൻ്റെയും മിഡിലായിട്ട് വേണം ആ ഡിഫറൻസ് നമ്മൾ എഴുതാൻ. സോ അതിൻ്റെ നമ്മുടെ നൊട്ടേഷൻ എങ്ങനെയാണ്? ഡെല്ലാണ്. ദാൻ വി ഹാവ് ടു റൈറ്റ് y1 മൈനസ് y0 നമ്മൾ എഴുതുന്നത് ഡെൽ y1 എന്നാണ്. നേരെ മറിച്ച് ഫോർവേഡ് ഡിഫറൻസിൽ ഇവിടെ നിങ്ങൾ എന്തായിരുന്നു നൊട്ടേറ്റ് ചെയ്തത്? ഡെൽറ്റ y0 എന്ന് പറഞ്ഞായിരുന്നു നൊട്ടേറ്റ് ചെയ്ത്. അതുകൊണ്ട് അതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. സോ ദിസ് ഡെൽ y1, this functional, so this difference value is del y2, which is y2 minus y1, and this is del y3, which is y3 minus y2. Okay, similarly you can construct second order backward difference del square, which is the difference between del y2 and del y1. So it is del square y2, this one is del square y3. Similarly, you can construct the third order backward difference del cube. So is the difference between del square what? y3 and del square y2. So this is del cube y3. Del cube y3. Here we took only 4 values. That's why you can construct the difference up to third order.
ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഡെൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൽ y1ൽ നിന്നും, സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൽ സ്ക്വയർ y2ൽ നിന്നും, തേർഡ് ഓർഡർ ഡിഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൽ ക്യൂബ് y3ൽ നിന്നും. സിമിലർലി നമുക്ക് ഇനിയും ഫംഗ്ഷൻ വാല്യൂസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഫോർത്ത് ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്ന ആരിൽ നിന്നുമായിരിക്കും? y4ൽ നിന്നുമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം. സോ ഇൻ ദിസ് വേ യു ക്യാൻ കൺസ്ട്രക്ട് ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ ഓൾസോ. ഫോർവേഡ് ഡിഫറൻസിൻ്റെയും ബാക്ക്വേർഡ് ഡിഫറൻസിൻ്റെയും ഒരു കോമൺ പ്രോപ്പർട്ടി നമുക്ക് പറയാം. സോ ഇൻ ദ കേസ് ഓഫ് ഫോർവേഡ് ഡിഫറൻസ്, നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഉള്ളത്, എനി വാല്യൂ ഓഫ് y, we can express any value of y in terms of y0. അപ്പോൾ നിങ്ങളൊരു ഫോർവേഡ് ഡിഫറൻസ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഏതൊരു y വാല്യൂസിനെയും, ഫോർ എക്സാമ്പിൾ യു ഹാവ് ഡിഫറെൻറ്റ് y വാല്യൂസ് y1, y2, y3 എക്സെട്ര, ഏതൊരു y വാല്യൂസിനെയും യു ക്യാൻ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് y0. അതുപോലെ നിങ്ങൾ ബാക്ക്വേർഡ് ഡിഫറൻസ് ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ യു ക്യാൻ എക്സ്പ്രസ് എനി y വാല്യൂസ് y1, y2 എക്സെട്ര ഇൻ ടേംസ് ഓഫ് yn. ഇതൊരു പ്രോപ്പർട്ടിയാണ് ഫോർവേഡ് ഡിഫറൻസിൻ്റെയും ബാക്ക്വേർഡ് ഡിഫറൻസിൻ്റെയും. ഒന്ന്, ഫോർവേഡ് ആണെങ്കിൽ എനി വാല്യൂ ഓഫ് y ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് y0. ബാക്ക്വേർഡ് ആണെങ്കിൽ എനി വാല്യൂ ഓഫ് y ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് yn. ഇതെങ്ങനെ വരും നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫോർവേഡ് ഡിഫറൻസിൻ്റെ കേസ് നോക്കിയാൽ, ഫോർവേഡ് ഡിഫറൻസിൻ്റെ കേസാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതിൽ y1 മൈനസ് y0നെ എങ്ങനെ എഴുതുമെന്ന് നിങ്ങൾക്കറിയാം. ഇൻ ഫോർവേഡ് ഡിഫറൻസ് y1 മൈനസ് y0നെ നമ്മൾ എഴുതുന്നത്, ഇറ്റ് ഈസ് വാട്ട്, ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്ററായ ഡെൽറ്റ ദെൻ ഡെൽറ്റ y0 എന്നതാണ് നമ്മൾ y1 മൈനസ് y0നെ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ y1നെ നമുക്ക് എങ്ങനെ എഴുതാം? വാട്ട് ഈസ് y1? y1 ഈക്വൽ ടു y0 പ്ലസ് ഡെൽറ്റ y0, y0 പ്ലസ് ഡെൽറ്റ y0. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? y0 എന്ന് പറയുന്ന ഫംഗ്ഷൻ വാല്യൂസിനെ മാറ്റി അതിൻ്റെ ഓപ്പറേറ്ററിനെ ഒന്ന് മാറ്റിയാൽ ഇതിനെ നിങ്ങൾക്ക് 1 പ്ലസ് ഡെൽറ്റ y0 എന്ന് പറഞ്ഞ് എഴുതാം. 1 പ്ലസ് ഡെൽറ്റ y0 എന്ന് പറഞ്ഞ് എഴുതാം. ബിക്കോസ് ഓപ്പറേറ്റർ സാറ്റിസ്ഫൈസ് ദി ലീനിയർ പ്രോപ്പർട്ടി. ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ലീനിയർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ 1 പ്ലസ് ഡെൽറ്റ ഇൻറ്റു y0 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഹൗ വിൽ യു റെപ്രസെൻറ്റ് ദിസ് y2? y2നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സോ ഇൻ ദിസ് വേ യു ക്യാൻ റെപ്രസെൻറ്റ് y1 ഇൻ ടേംസ് ഓഫ് y0. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഓരോ ഫംഗ്ഷൻ വാല്യൂസിനെ നമുക്ക് y0 എഴുതാം. y1നെ യു ക്യാൻ റെപ്രസെൻറ്റ് ഇൻ ടേംസ് ഓഫ് y0 ആസ് 1 പ്ലസ് ഡെൽറ്റ ഇൻറ്റു y0. അങ്ങനെയെങ്കിൽ y2നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? y2 ഈക്വൽ ടു ഇതേപോലെ എഴുതിയാൽ y2 ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് y1 പ്ലസ് ഡെൽറ്റ y1, y1 പ്ലസ് ഡെൽറ്റ y1, or it is 1 plus delta into y1. But we know what is y1. y1 is 1 plus delta into y0. അതിനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1 പ്ലസ് ഡെൽറ്റ ഇൻറ്റു, അതായത് നമ്മളിവിടെ പ്രൂവ് ചെയ്തു y1 എന്ന് പറയുന്നത് ആരാണ്? 1 പ്ലസ് ഡെൽറ്റ ഇൻറ്റു y0 ആണ്. അതുകൊണ്ട് y1 പകരം ജസ്റ്റ് റൈറ്റ് 1 plus delta into y0, so that you can represent y2 as y2 equal to എങ്ങനെ എഴുതാൻ പറ്റും? 1 plus delta the whole square y0. അപ്പോൾ y2 എന്ന് പറയുന്ന ഫംഗ്ഷൻ വാല്യൂവിനെ y0 ടൈംസിൽ എങ്ങനെ എഴുതാം? 1 plus delta square y0. Similarly you can write y3 എങ്ങനെ ആയിരിക്കാം എഴുതാൻ പറ്റുന്നത്? 1 plus delta the whole cube into y0. Okay, so what is yn? yn എങ്ങനെ എഴുതാൻ പറ്റും? yn നിങ്ങൾക്ക് 1 plus delta the whole raised to n y0 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. സോ എനി ഫംഗ്ഷണൽ വാല്യൂ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് y0. ഇതുപോലെ തന്നെ ഇഫ് ഇറ്റ് ഈസ് ബാക്ക്വേർഡ് ഡിഫറൻസ്, നമ്മൾ പറഞ്ഞത് എന്താണ്? എല്ലാ ഫംഗ്ഷണൽ വാല്യൂസിനെയും yn എന്ന് പറയുന്നതിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, വി നോ വാട്ട് ഇസ് yn മൈനസ് yn മൈനസ് 1.
yn minus yn minus 1. It is del yn. ഇതിനെ നമ്മൾ പഠിച്ചത് del yn എന്നാണ് പഠിച്ചത്. Okay, so what is yn minus 1? What is yn minus 1? So yn minus 1 equal to yn minus del yn. Linear property, you can say 1 minus del into yn. So you can express yn minus 1 in terms of yn as 1 minus del into yn, or you can express yn minus 2. yn minus 2 നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? It is what? പറഞ്ഞു yn minus 1 എഴുതിയപ്പോൾ it is yn minus del yn ആയിരുന്നു. അതുപോലെ yn minus 2 എഴുതിയാൽ it is yn minus 1 minus del yn minus 1, which is nothing but 1 minus del into yn minus 1. Okay, but we know what is yn minus 1. It is 1 minus del into 1 minus del yn. So yn minus 2 നെ എങ്ങനെ എഴുതാൻ പറ്റും? 1 minus del the whole square into yn എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. So in this way you can represent yn minus 2 in terms of yn. ഇതുപോലെ നമുക്ക് ഓരോ പവറിനെയും yn ന്റെ ടേംസിൽ എഴുതാം. So these are the two properties of forward and backward difference. ഇനി നമുക്ക് നെക്സ്റ്റ് we can learn what is central difference. നമ്മൾ forward difference പഠിച്ചു, backward difference പഠിച്ചു. Next we can learn central difference. Sometimes it is more convenient to represent this difference of the functional values in terms of another operator which is called central difference operator. അവിടെയും functional value ന്റെ difference is same. It is y1 minus y0. അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതിന്റെ നൊട്ടേഷൻ മാത്രമേ മാറുന്നുള്ളൂ. സോ സെൻട്രൽ ഡിഫറൻസിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചാൽ y1 minus y0 എന്ന് പറയുന്ന ഡിഫറൻസിനെ it is denoted, central difference operator is denoted by this delta symbol. Then write y. Okay, എങ്ങനെ എഴുതണം എന്ന് ചോദിച്ചാൽ so this is y1 minus y0, right? So 1 and 0. അപ്പോൾ ഡെൽറ്റ y എഴുതുക, then സഫിക്സ് ആയിട്ട് 1 plus 0 by 2. 1 ഉം 0 ആയതുകൊണ്ട് ഇവിടെ എന്ത് കിട്ടും? ഡെൽറ്റ y half എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. So in central difference operator y1 minus y0 is denoted as delta y half. ഈ ഹാഫ് എങ്ങനെ വന്നു ഞാൻ പറഞ്ഞല്ലോ, it is 1 plus 0 by 2. ഈ ഒരു രീതിയിൽ വേണം എഴുതാൻ. അങ്ങനെയാണെങ്കിൽ what is y2 minus y1? y2 minus y1 എങ്ങനെയായിരിക്കും? y2 minus y1 is operator symbol is delta, then write y. It is 2 plus 1 by 2. It is 3 by 2. 3 by 2. മനസ്സിലായോ എങ്ങനെയാണ് സെൻട്രൽ ഡിഫറൻസ് ഓപ്പറേറ്റർ എഴുതണം എന്നുള്ളത്? അതുപോലെ തന്നെ if it is what? yn minus yn minus 1 എങ്ങനെയായിരിക്കും എഴുതുന്നത്? സെൻട്രൽ ഡിഫറൻസിലാണെങ്കിൽ ഡെൽറ്റ y 2n minus 1 by 2. 2n minus 1 by 2. So in this way you can represent the differences in terms of central difference operator. Similarly we can construct higher order difference also by using central difference operator. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് central difference table construct ചെയ്ത് നമുക്ക് പഠിക്കാം. Next we can learn how to construct the central difference table. So we have x and y values. So starting with x0 y0, x0 y0, x1 y1, x2 y2, x3 y3, x4 y4, x5 y5, x6 y6. So first we can construct the first central difference, first order central difference, delta. So it is given by y1 minus y0. അതിനെങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. It is represented as delta y half.
delta y half. And this one, y2 minus y1 as delta y 3 by 2. This one, delta y 5 by 2. And this is delta y 7 by 2. And this is delta y 9 by 2. And this is delta y 11 by 2. Okay, it is 5 plus 6 by 2. This formula is first order central difference. So first order, which is odd, so it starts with 1 by 2. Then plus 2 edutha madi. So 1 by 2, then plus 1. Sorry, 1 by 2 plus 1, which is 1, 3 by 2, 5 by 2, 7 by 2, 9 by 2. 1, 3, 5, 7 in the range. So next is second order central difference, which is delta square. And it is the first second order difference is the difference between delta y 3 by 2 and delta y 1 by 2. അത് എങ്ങനെ എഴുതണം? അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെൽറ്റ y 3 by 2 മൈനസ് ഡെൽറ്റ y 1 by 2 ആണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ കോൺസെപ്റ്റ്. അതിന്റെ ഉത്തരം സെക്കൻഡ് ഓർഡർ ആയിരിക്കും. സോ ഡെൽറ്റ സ്ക്വയർ y 3 by 2 plus 1 by 2. So it is 4 by 2, it is 2. So ഇതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ സ്ക്വയർ വാട്ട്? ആൻഡ് ഇറ്റ് ഈസ് y 2 by 2 ഉണ്ടല്ലോ അല്ലേ? 3 by 2 plus 1 by 2 by 2 ആണ് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? 3 by 2 plus 1 by 2 by 2. So ഇവിടെ 2 by 2 വരും. So the answer is delta square y1. So the first value is delta square y1. ഇതെന്തായിരിക്കും? ഡെൽറ്റ y 5 by 2 minus ഡെൽറ്റ y 3 by 2, ഡെൽറ്റ സ്ക്വയർ y2. ഇതോ ഡെൽറ്റ സ്ക്വയർ y3, ഡെൽറ്റ സ്ക്വയർ y4, ഡെൽറ്റ സ്ക്വയർ y5. സോ തേർഡ് ഓർഡർ വരുമ്പോൾ is between the difference between delta square y2 and delta square y1. It is delta cube y 3 by 2. അടുത്തത് delta cube y 5 by 2. Delta cube y 7 by 2. Delta cube y 9 by 2. അടുത്ത delta raised to 4 വരുമ്പോൾ delta cube ഇത് തമ്മിലുള്ള ഡിഫറൻസ്. So start with delta raised to 4 y2. So this is delta raised to 4 y3. Delta raised to 4 y4. ഇത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് എഴുതാമെന്ന് ചോദിച്ചാൽ, so this is delta first order. The first order starts with 1 by 2. Then ഓരോന്നും കൂടെ അതിൽ നിന്ന് കൂട്ടുക 1 by 2 plus 1, which means 1 by 2, 3 by 2 അങ്ങനെ. ഡെൽറ്റ സ്ക്വയർ ഈ സെക്കൻഡ് ഓർഡർ ആൻഡ് ഇറ്റ് ഈസ് ഈവൻ ഓർഡർ അല്ലേ? 2 എന്ന് പറയുന്നത് ഈവൻ ഓർഡർ ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എത്രയാണോ ഈവൻ ഓർഡർ ബൈ 2 അതിന്റെ പകുതിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 2ന്റെ പകുതി 1. സോ സ്റ്റാർട്ട് വിത്ത് y1, y2, y3, y4. Again 3 is odd. So it starts with 3 by 2. 1 starts with 1 by 2. അതേപോലെ 3 starts with 3 by 2, then plus 1, 5 by 2, 7 by 2. And delta raised to 4, it is even. So 4 by 2, it is 2. So starts with y2, then plus 1, y3, y4. അതുപോലെ അടുത്തതൊന്ന് നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് പറഞ്ഞേ. അടുത്തത് എന്താണ്? ഡെൽറ്റ റൈസ് ടു 5 ആണ്, ഫിഫ്ത്ത് ഓർഡർ ആണ്. സോ ഇറ്റ് ഈസ് ഓഡ്. സോ ഇറ്റ് ഈസ് സ്റ്റാർട്ട് വിത്ത് വാട്ട്? ഡെൽറ്റ റൈസ് ടു 5 y 5 by 2 ആണോ? delta raised to 5 by 2, and the difference is nothing but delta raised to 4 y3 minus delta raised to 4 y2. So in this way you can construct central difference table. So ഇതൊന്ന് സൂക്ഷിച്ച് കൺസ്ട്രക്ട് ചെയ്യേണ്ടതാണ്. സെൻട്രൽ ഡിഫറൻസ് ഓഫ് ടേബിൾ എങ്ങനെ എഴുതണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഓർഡർ വന്നാൽ എങ്ങനെ, ഈവൻ വന്നാൽ എങ്ങനെ. So these are the 3 differences: forward differences, backward differences and central difference. ഓക്കെ, അപ്പോൾ ഈ 3 ഡിഫറൻസ് ടേബിളും സ്വന്തമായിട്ടൊന്ന് കൺസ്ട്രക്ട് ചെയ്ത് നല്ല രീതിയിൽ ഇതൊന്ന് പഠിക്കുക.
ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ നിങ്ങൾ നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ദ 3 ഡിഫറൻസ് ടേബിൾ. ഓക്കെ, താങ്ക് യു.